ഗായ്സ്, ഇന്നൊരു മിനി വ്ലോഗ് ആയാലും ഇതേ ഇവിടെ ഒരാളോട് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങണത്. ഇല്ലയെന്ന് പറഞ്ഞാൽ അവൾ കൂടെ വരും വന്ന് പറഞ്ഞാൽ പിന്നെ ഫുള്ളും വാശിയും അത് വേണം ഇത് വേണം എന്നിട്ട് നമ്മൾ ടാർച്ചർ ചെയ്യും ഗായ്സ്. അതുകൊണ്ട് ഇപ്രാവശ്യം അവളെ കൊണ്ടുപോകണമെന്നില്ല. അപ്പോൾ ഇതേ ഫസ്മീൻ്റെ സിസ്റ്ററും കൂടിയാണ് വരുന്നത്. നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരിലും കുറച്ച് പേര് കമൻറ്റ് തന്നിട്ടുണ്ടോ ഈ ഹെയറിൻ്റെ നിങ്ങൾ ഓർഗാനിക് ആയിട്ട് എന്താ ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല. ഇതുണ്ട് ചെമ്പരത്തി താളി പോലെ ഉണ്ടാക്കി തരുമ്മ. അത് തലയിൽ തേച്ചതിന് ശേഷം താരൻ പേന് അതൊക്കെ പോകും. നല്ലതാണ്, ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ്. അരച്ചിട്ട് തേച്ചാൽ മതി. ഇനി ഒട്ടും വയ്ക്കാതെ നമ്മളിത് ഇറങ്ങുകയാണ്. കാരണം നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ അവിടെ എത്തണം. ഏകദേശം ആ ഒരു ടൈമായി. ഇതേ ഇവൾക്കാണെങ്കിൽ തീരെ വയ്യ. അപ്പോൾ ഇന്ന് ഡ്രൈവിംഗ് എന്നുള്ളൊരു ദൗത്യം ഞാൻ എടുത്തു ഗൈസ്. അതിന് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളകത്തേക്ക് കയറാൻ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എത്തണം ഗൈസ്. ഇവളോട് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ വല്ല ആമ എഴണ പോലെ എഴഞ്ഞിട്ടാണ് വരണത്. ഇവള് ഏറ്റി അവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ആ ചുറ്റി കടന്ന വഴി കടന്നു പോകാൻ എന്തായാലും വയ്യ ഗൈസ്. കാരണം ഒന്നും കൂടി ലേറ്റാവും. ഞങ്ങൾ എന്ത് ചെയ്തു, ഈ വേലി പോലത്തെ ഒരു സാധനം ചാടി കടന്നു. മടിക്ക് പേരെടുത്തതുകൊണ്ടോ എന്തോ ഞങ്ങളെപ്പോലെ ഇനി വേറെ ആരും ഉണ്ടോ എന്തോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ. ആദ്യം നമുക്കില്ലേ നോമ്പെടുക്കാനുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് നോമ്പ് തുറന്നതിന് ശേഷം ബാക്കിയുള്ള ഐറ്റംസ് വാങ്ങാം ഗൈസ്. നോമ്പുണ്ട്, വയ്യ. ട്രാവൽ ചെയ്ത് വന്നുകൊണ്ട് എങ്ങനെയുണ്ട് കോലം എന്നറിയാം. ഫസ്റ്റ് നമ്മൾ ബാത്റൂമിലേക്കാണ് വന്നത്. അവിടെ ആണെങ്കിൽ മിറർ ഉണ്ടാവില്ല. അപ്പം ടച്ചപ്പ് ഒന്നും ചെയ്യാന്നുള്ള പ്ലാനിൽ വന്നു. അതിനിടയിൽ നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വന്നു. ആദ്യം നോമ്പുറൊക്കെ ഉള്ളത് കുറച്ച് ഐറ്റംസ് മേടിക്കാമെന്ന് വിചാരിച്ചു. കുറേ ജ്യൂസസ് വാങ്ങണം എന്നുള്ള പ്ലാനിലാണ് കയറിയത്. കാരണം നല്ലോണം ദാഹം ഉണ്ടാവും. അപ്പം നമ്മൾ കുറേ ജ്യൂസ് മേടിച്ച് കൂട്ടിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഈ ഒരു സംഭവമില്ലേ, ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എന്താണ്, തണ്ണിമത്തൻ ജ്യൂസാണ്. അതിൽ കുറച്ച് കസ്കസ് ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ശേഷം ഞാനത് അവളം വിട്ടിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു പോയി. സ്നാക്സ് ഐറ്റംസ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവുകയാണ്. നല്ല നല്ല ഇഫ്താർ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങണം. ഇതിനകത്ത് കയറിയപ്പോൾ എന്താണെന്നറിയില്ല, എൻ്റെ മൂക്കൊക്കെ അടച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഇഫ്താർ ഐറ്റംസൊക്കെ. കിളിക്കൂടും അതുപോലെ എന്താ പറയുക ചിക്കൻ ലോലിപോപ്പ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഈ എന്താണ് മലബാർ സ്പെഷ്യലായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ കണ്ടു ഗൈസ്. ഇതൊക്കെ ഞങ്ങൾ മേടിക്കണം എന്നുള്ള പ്ലാനിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ആ സമയത്ത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. മൊമോസ്, ഫ്രൈഡ്സ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചു. അതൊക്കെ കുറച്ച് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന പോലെ 2 അങ്ങനെ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞു ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ പോകാം. നമുക്ക് ഫുഡ് കോർട്ടിലേക്ക് പോകണം. അപ്പോൾ ഈ ഏട്ടൻ നമ്മൾ ഈ ഫുഡ് മാത്രമാണ് ഇത്രയും വാങ്ങിച്ചിരിക്കുന്നത് അവിടെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എക്സ്കലേറ്ററിൽ കയറാൻ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്കലേറ്റർ കയറുമ്പോൾ പേടി ഉണ്ടാവാറുണ്ടോ? പക്ഷേ എനിക്കുണ്ടാവാറുണ്ട്. ബിക്കോസ് എങ്ങാനും വീണം നാണം കെട്ടല്ലേ, നാണം കെടില്ലേ എന്നുള്ളൊരു പേടി എന്നും ഉണ്ടാവാറുണ്ട്. ഇത്രയും ഫുഡ് ഐറ്റംസ് നമ്മൾ കൊണ്ടുപോകണേ ഗൈസ്. അപ്പോൾ ഞാൻ അവളോട് ചോദിക്കായിരുന്നു ഫസ്റ്റ് നിനക്ക് ഇത്രയും കഴിച്ച് തീർക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അവൾ യെസ് യെസ് നോ യെസ് എന്നുള്ള ഒരു എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക, നമ്മൾ എന്തൊക്കെ മേടിച്ചൊന്ന് കാണിക്കുമെന്ന് പറഞ്ഞു. അവൾ ഓരോന്നായി എടുത്ത് വെക്കുന്നവരും ഓരോരുത്തരുടെ മുഖഭാവങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ചുറ്റിലുള്ളവരൊക്കെ നമ്മളെ നോക്കി എന്ത് ഈ പിള്ളേർ ഇത് ഇവർ കഴിച്ചു തീർക്കാനുള്ള തന്നെയാണോ എന്നുള്ളൊരു നോട്ടായിരുന്നു എല്ലാവരുടെ മുഖത്തും ഉണ്ടായിരുന്നത്. ഞാൻ ഇതിൻ്റെ വാട്ട് ഈറ്റിൻ്റെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഇടാം ഗൈസ്. അപ്പോൾ കുറേ സാധനങ്ങൾ അവളെടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ കുറേ അവളെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുത്തു. നമ്മൾ ഫുഡീസ് അല്ലാത്തതുകൊണ്ട് ഇത്ര വാങ്ങിച്ചുള്ളൂ, വളരെ കുറച്ച് സാധനങ്ങൾ. ഇനിയിപ്പോൾ നോമ്പ് തുറക്കണം, എല്ലാം കഴിക്കണം, അത്രേ ഉള്ളൂ. വോയിസ് കുറച്ച് എന്നുണ്ടാവും കാരണം ഇവിടെ ഫുൾ ക്രൗഡാണ് ഗൈസ്. വാങ്ങൊടുക്കാനുള്ള നേരെ നമ്മളെല്ലാം എടുത്ത് പ്ലേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചുറ്റിലുള്ളവരൊക്കെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് ഇവറ്റുള്ളതൊക്കെ കഴിച്ച് തീർക്കും എന്നുള്ളതിൽ. ഞങ്ങൾക്കതിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എന്തായാലും കഴിച്ച് തീർക്കും എന്നുള്ളതായിരുന്നു. അവൾ 2 ബോട്ടിൽ ആരും കണ്ണ് കെട്ടണ വേണ്ടി എടുത്ത് ബാഗിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോമ്പ് തുറന്നു ഗൈസ്. നമ്മൾ ഓരോന്നായിട്ട് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോക്കറ്റ് ബ്രെഡ് പോക്കറ്റ്, അതുപോലെ ഇത് ചിക്കൻ ലോലിപോപ്പ്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല, ഓക്കെ ടേസ്റ്റാണ്. ചൂടില്ലാത്തതുകൊണ്ട് കുറച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ
മേടിച്ച് വെച്ചിട്ട് കുറേ നേരമായില്ല, അതുകൊണ്ട് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു ഗൈസ്. എന്തായാലും കുഴപ്പമില്ല. ഞാനത് വാട്ട് 8 ഇവൻറ്റ് ഇട്ട് കാണിച്ച് തരാം. അങ്ങനെ ഇതേ നമ്മൾ കുറച്ച് കോസ്മെറ്റിക്സ് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു, അതും ചെയ്തു. നല്ല ദാഹം, അവൾ വെള്ളം കുടിച്ചു. അങ്ങനെ നമ്മൾ ഇതേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ബാക്കി അവിടെ എത്തിയിട്ട് വയ്യാണ്ടായി ഗൈസ്. എന്തോ ഇത്ര നേരം നടന്നുകൊണ്ടാണെന്നറിയില്ല, നല്ല ഇടുവേദനയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ നേരമായി വന്നിട്ട് തെണ്ടി തിരിഞ്ഞതിൻ്റെ കുറേ വീഡിയോസ് നമുക്ക് മിസ്സായിപ്പോയി. അപ്പോൾ ശരി, ഓക്കെ ബൈ ഗൈസ്. ഈ ജ്യൂസും കൂടി ഫിനിഷ് ചെയ്ത് ഞാൻ വീട്ടിലെത്തിക്കൊന്ന് നിവർന്ന് കടന്നുറങ്ങണം. ബൈ.